ഹായ് കൂട്ടുകാരെ, മുഖംമൂടി അണിഞ്ഞ ഫാൻറ്റത്തിൻ്റെ സാഹസിക കഥകൾ കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അതേ ഫാൻറ്റത്തിൻ്റെ പേരിൽ അതേ രൂപഭാവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന ഒരു റോക്ക് കാണാൻ പോയാലോ? ഫാൻറ്റം റോക്ക്. കൽപ്പറ്റയിൽ നിന്നും 18 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഫാൻറ്റം റോക്കിലേക്കുള്ള ദൂരം. അതായത് കൽപ്പറ്റയിൽ നിന്നും വരുമ്പോൾ മീനങ്ങാടി 54 നിന്നും അമ്പലവയലിലേക്കുള്ള റോഡിന് വേണം വരാൻ കേട്ടോ. മെയിൻ റോഡിൽ നിന്നും ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻറ്റം റോക്ക് എത്തി. ഞങ്ങൾ ഏതായാലും എൻട്രി ഫീ എല്ലാം കൊടുത്ത് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങളിതാ ഫാൻറ്റം റോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ശരിക്കും എന്താ പറയുക, നമ്മുടെ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ശരിക്കും പ്രകൃതി കാഴ്ചകൾ കൊണ്ട് എത്ര സുന്ദരമാണല്ലേ നമ്മുടെ വയനാട്. കോടമഞ്ഞും തടാകങ്ങളും താഴ്വരകളും ചരിത്ര സ്മാരകങ്ങളും തനിമ മാറാത്ത നാട്ടുമ്പുറങ്ങളുടെ പച്ചപ്പും ഒക്കെ നിറഞ്ഞ് ശരിക്കും വശ്യസുന്ദരായ ഒരു പ്രകൃതി തന്നെയാണല്ലേ ഇവിടം. നമ്മുടെ വയനാടിനെ വെല്ലുവിളിക്കാൻ ആരുമില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വയനാട് എത്ര സുന്ദരമല്ലേ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. കൊളകപ്പാറ മല കാണാം, അമ്പുകുത്തി മല കാണാം, ചീങ്ങേരിപ്പാറ കാണാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. ശരിക്കും ഒരു വലിയൊരു പാറേൻ്റെ മുകളിലേക്ക് കുത്തനെ മറ്റൊരു പാറ ഉയരത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് പോലെയാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഈ ഫാൻറ്റം റോക്ക്. ശരിക്കും ഒരുപാട് വിടവുകളൊക്കെയുള്ള പാറക്കൂട്ടങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഒരുപാട് അടി താഴ്ചയിലേക്കുള്ള ഗർത്തങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കേട്ടോ. നല്ല പച്ചപ്പാണ് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഇവിടെയൊക്കെ. പിന്നെ ഒരുതരം പുൽച്ചെടികൾ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കാറ്റ് വരുമ്പോഴും ഈ പുൽച്ചെടികൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ എന്താ പറയുക നൃത്തം വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഫാൻറ്റം റോക്കൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോവുകയാണേ. ശരിക്കും ഇവിടുന്ന് മിലൂട്ടീനെയും കൊണ്ട് പോകാൻ നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. നമുക്ക് തനിച്ചാണെങ്കിൽ ശരിക്കും അങ്ങ് ഇറങ്ങി പോവാം. പക്ഷെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെന്താ പാറഖനനമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളങ്ങളൊക്കെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ ശരിക്കും ഫാൻറ്റം റോക്കിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷേ ദൂരെ നിന്നിട്ട് ഫാൻറ്റം റോക്ക് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി. ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എന്താ പറയുക വലിയൊരു വലിയൊരു പാറഖനനം നടത്തിയ കുളമൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല അടി താഴ്ചയാണ് കേട്ടോ ആ കുളത്തിനൊക്കെ. ശരിക്കും കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി പോലും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, ബൈ.